നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാൻ നിയമമന്ത്രി ഇന്ത്യയെ അപഹസിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. ഇതിനെതിരെ ഇന്ത്യ കട്ടയ്ക്ക് ഒരു മറുപടി കൊടുത്തു. പാകിസ്ഥാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ കൂട്ടങ്ങളും ഭരണകൂടവും തമ്മിലുള്ള അധാർമിക ബന്ധങ്ങളുടെ ഭാഗമായാണ്. ഇന്ത്യയെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ വാസ്തവത്തിൽ രാജ്യാന്തര സമൂഹത്തിന്റെ സഹായം കൊണ്ട് മാത്രം ജീവിക്കുന്ന പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണ് എന്ന് ഇന്ത്യ പറഞ്ഞു. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ക്ഷിതിജ് ത്യാഗിയാണ് കടുത്ത ആരോപണം പാകിസ്ഥാനെതിരെ UN മനുഷ്യാവകാശ കൗൺസിലിൽ ഉന്നയിച്ചത്. UN മനുഷ്യാവകാശ കൗൺസിൽ പോലൊരു യോഗത്തിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടികൾ പറയാൻ സമയം ചെലവഴിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. മറുവശത്ത് ഈ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നിന്ന് 3 ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാൾ പോലീസും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരരാണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ. ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗ്ലാദേശിൽ അനധികൃതമായി കഴിയുന്ന ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ, അവരെ പാകിസ്ഥാന്റെ ISI ആയുധ പരിശീലനം നൽകി, ആയുധങ്ങൾ നൽകി, പണം നൽകി ഇന്ത്യൻ അതിർത്തി കടത്തിവിടുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. അവർ ഇന്ത്യയിലെത്തി ഭീകരപ്രവർത്തനം നടത്തുകയാണ് ISIയുടെ ലക്ഷ്യം. അത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു പദ്ധതിയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. 2-3 ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ മുനമ്പത്ത് നിന്ന് അന്ന് 23 ബംഗ്ലാദേശികളെ നമ്മുടെ കേരള പോലീസും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് അറസ്റ്റ് ചെയ്ത സംഭവം. മുനമ്പത്തി കഴിഞ്ഞ 1 വർഷമായി അനധികൃതമായി താമസിക്കുകയായിരുന്നു ലേബർ ക്യാമ്പുകളിൽ. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ ഉത്തരങ്ങളിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. ഇപ്പോഴും അവർ കസ്റ്റഡിയിൽ തുടരുന്നുവെന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇനി മറ്റൊരു ഭീകരവാദത്തിന്റെ ഇരകളായി മാറുമോ? കാശ്മീരിൽ മുൻപ് നമ്മൾ കേട്ട ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റൊരു തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് മണിപ്പൂരും മറ്റ് അതിർത്തികളും വഴി നേരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത മുന്നിലുണ്ടോ? ഇന്നലെ പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യ കൂടുതൽ തീവ്രവാദ വിരുദ്ധ സേനയെ നിയോഗിച്ചിരിക്കുന്നു. അവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. ഇന്ത്യൻ അതിർത്തിയിൽ, ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ 3 പേർ അറസ്റ്റിലായത്. വളരെ നടുക്കുന്ന സംഭവ പരമ്പരകളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണ് ISIയുടെ ലക്ഷ്യം? പാകിസ്ഥാന്റെ ഒരു ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ISIക്ക് വലിയൊരു ഘടകമാണ്. ആർമിയുടെ ഏറ്റവും തലപ്പത്തുള്ള ആളുകൾ, ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രധാന ആളുകൾ, അതുപോലെ ബിസിനസ് കോൺഗ്ലോമറേറ്റുകൾ, പൊളിറ്റിക്കൽ ബിഗ് വിഗ്സ് എന്നൊരു കാര്യം അവർക്ക് താഴെ വരും. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കി നിർത്താം, അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ഇന്ത്യ. സ്വന്തം രാജ്യം വികസിക്കണമെന്നല്ല, സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശ റെക്കോർഡ്സ് മെച്ചപ്പെടുത്തണമെന്നല്ല, മറിച്ച് അന്യന്റെ കണ്ണിൽ കരടുണ്ടോ എന്ന് നോക്കുകയാണ് സ്വന്തം കണ്ണിൽ വലിയ കോലുള്ള പാകിസ്ഥാൻ. അതിന്റെ ഭാഗമായി ഈ ഡീസ്റ്റെബിലൈസേഷൻ ഡ്രൈവ് എന്ന് പറയുന്നത് പല വേവ്സിലാണ്, പല വേവ് ലെങ്തിലാണ്. ചരിത്രപരമായി പടിഞ്ഞാറൻ അതിർത്തി സംഘർഷം പൂരിതമാകുമ്പോൾ, അതായത് നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ പഞ്ചാബ്, കാശ്മീർ അതിർത്തികൾ പാകിസ്ഥാനുമായി ചേർന്ന അതിർത്തികളാണ്. സംഘർഷപൂരിതമാകുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൊതുവെ ശാന്തമാണ്. അതേസമയം ഇവിടെ സമാധാനം ആയിരിക്കുമ്പോൾ, കാര്യമായ നുഴഞ്ഞുകയറ്റങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ, കാശ്മീർ ഉൾപ്പെടെ ശാന്തമാകുമ്പോൾ വടക്ക് കിഴക്ക് വളരെ വലിയ നുഴഞ്ഞുകയറ്റങ്ങളും പ്രക്ഷോഭങ്ങളും എക്കാലത്തുമുണ്ട്. ഇതൊരു ട്രെൻഡാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് പാകിസ്ഥാൻ വലിയ ഒരു ക്രൈസിസിലാണ്. 2022 മുതൽ പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഡീപ് ഇക്കണോമിക് ക്രൈസിസ്. അഷ്ടിക വകയില്ല പാകിസ്ഥാൻ. പെർ ക്യാപിറ്റ ഇൻകം താഴെ പോയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഒരു വ്യവസായ രംഗം പൂർണ്ണ തകർച്ചയിലാണ്. അടവശിഷ്ട നില വളരെ പരിതാപകരമായ രീതിയിലാണ്. ഈ ലോണിലാണ് നിൽക്കുന്നത്. വേൾഡ് ബാങ്കിന്റെ ലോണിൽ, വേൾഡ് ബാങ്ക് അല്ല, IMF നിന്നാണ് ഭീമമായ പലിശ കൊടുക്കേണ്ട IMF ലോണിലാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ. ചൈന സഹായിച്ചു എന്ന് പറയുമ്പോഴും
അത് വലിയ തോതിലാണ് ഈ ഷൈലോക്കിനെ ഓർമ്മിപ്പിക്കുമാറ് ഈ മാറിൽ നിന്നും പിന്നെ റാത്തല് കണക്കിന് ഇറച്ചി ഗദ്വാർ തുറമുഖത്തിന്റെ ഗദ്ദാർ തുറമുഖത്തിന്റെ കാര്യം പറയുക. അപ്പൊ ചൈന ഈസ് എക്സ്ട്രാക്ടിങ് എ പൗണ്ട് ഓഫ് ഫ്ലാഷ്. അപ്പൊ ഇവിടെ പാകിസ്ഥാൻ പുറത്തുമുട്ട് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ വല്ലപ്പോഴും ഒരു വെടിപൊട്ടിക്കും. കാശ്മീരിൽ ഇതാ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ പ്രതിനിധി കണക്കും കാര്യവും നിരത്തിയാണ് പറയുന്നത് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ. ഇങ്ങനെയാണ് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയില്ല. കാരണം സ്വന്തം ഗവൺമെന്റിന് സ്വന്തം ജനങ്ങളുടെ മേലോ ഘടനകളുടെ മേലോ നിയന്ത്രണമില്ലാതിരിക്കുകയും അതുപോലെ ഭരണഘടന അനുസൃതം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങളെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണ് ഫെയിൽഡ് സ്റ്റേറ്റ്, പരാജിത രാഷ്ട്രം. അപ്പൊ ഏത് രീതിയിലും പരാജിത രാഷ്ട്രം ചെയ്യുന്ന അടുത്ത പണി എന്താ? ഒരു കാലിൽ മന്തുള്ളവൻ വേറൊരുത്തനെ നോക്കി മന്ദൻ എന്ന് വിളിക്കുന്ന, ഇത് രണ്ടു കാലിൽ മന്തുള്ള പാകിസ്ഥാൻ വിളിക്കുകയാണ് ചെറിയ ഒരു തടിപ്പുള്ളിടത്ത് മന്ദൻ എന്ന് വിളിക്കുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. ഇവിടെ ബംഗ്ലാദേശ് ഒരു വലിയ സാധ്യതയായി പാകിസ്ഥാൻ അത്ര പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഉൾപ്പെടെ ഇടപെടൽ, അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അദൃശ്യമായ ഇടപെടൽ കൊണ്ട് ഒരു ഭരണമാറ്റം സാധ്യമായി. അതൊരു അവസരമായി കണ്ടുകൊണ്ട് പരമാവധി ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിസ്റ്റ് ബംഗ്ലാദേശാക്കി മാറ്റിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ ഘടകങ്ങൾ ആക്റ്റീവാണ്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. ആ മറവിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്കുള്ള വളരെ വലിയ നുഴഞ്ഞുകയറ്റങ്ങൾ പ്ലാൻ ചെയ്യുക. മുൻപ് തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ആക്കം കൂട്ടാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, അതിനായി ബംഗ്ലാദേശി പൗരന്മാരെ അല്ല ഉപയോഗിക്കുന്നത്. അതിർത്തി കടന്നു വന്ന, അവിടെ നിന്ന് പടപേടിച്ച് പന്തളത്ത് വന്ന രോഹിൻഗ്യ മുസ്ലിങ്ങളെ, ബർമയിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഓടി വന്ന രോഹിൻഗ്യകളെ ട്രെയിൻ ചെയ്യുക. അവര് ആകെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് ട്രെയിനിങ് എങ്കിൽ ട്രെയിനിങ്, അവരെ എങ്ങോട്ട് വിടുന്നോ അവിടെ പോവുകയാണ്. അങ്ങനെയാണ് മുനമ്പത്ത് നിന്ന് ഏതാനും പേരെ കഴിഞ്ഞ ആഴ്ചകളിൽ പിടിച്ചതും ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന റാക്കറ്റുകളും ഏജൻസികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ എല്ലാം വേരുകൾ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഫെയിൽഡ് സ്റ്റേറ്റ് ആയ പാകിസ്ഥാനിലേക്കും ഫെയിൽഡ് സ്റ്റേറ്റിന് തലപ്പത്തുള്ള ഡിഫാക്ടോ അതോറിറ്റിയായ ഇപ്പോൾ സ്വയമോൻ സൂചിപ്പിച്ച ISIലേക്കുമാണ് എത്തി നിൽക്കുന്നത്. ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായതിനു ശേഷം മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തുന്നു. പിന്നീട് നമ്മൾ കണ്ട ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയും ബംഗ്ലാദേശ് സൈനിക മേധാവിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. പിന്നീട് മുഹമ്മദ് യൂനിസ് പാക് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു. പാകിസ്ഥാൻ ഉന്നതതല സംഘം ധാക്ക സന്ദർശിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ശക്തമായി തന്നെ ദേശീയ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാക്ക കേന്ദ്രീകരിച്ച് ISI തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിലും ISI തങ്ങളുടെ താവളം ഉറപ്പിച്ചു. അത് മുഹമ്മദ് യൂനൂസ് സർക്കാരിന്റെ പിന്തുണയോടെയാണ്. തീവ്രവാദ പരിപോഷണമാണ് യൂനൂസിന്റെ ലക്ഷ്യം. ഭാവിയിൽ ഇത് ബംഗ്ലാദേശിന് തന്നെ തിരിച്ചടിയാവില്ല. ഇന്ത്യക്കെതിരെ ഒരു കുൽസിത ആക്രമണത്തിനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഭയപ്പെടുത്തുക, ഇന്ത്യയെ തീവ്രവാദ ആക്രമണങ്ങളിലൂടെ ശിഥിലമാക്കാൻ നോക്കുക. ഇത് ബംഗ്ലാദേശിന് തന്നെ ഒടുവിൽ പിന്നെയാകില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഭീകര ആക്രമണങ്ങളെക്കാൾ കുറവ് മാത്രമേ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഭീകരത എവിടെ തഴച്ചു വളർന്നാലും അത് അതിന്റെ പ്രഭവ സ്ഥാനത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ നാശം വിതയ്ക്കുക എന്നത്. അതായത് പാകിസ്ഥാൻ ആം ചെയ്യുകയാണ് കുറച്ചു പേരെ, തീവ്രവാദികളെ. അവർ ആ പ്രദേശത്ത് അവർക്ക് ഹിതകരമല്ലാത്ത ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിക്കാനുള്ള സാധ്യത. ഇപ്പോൾ വളരെ തകൃതിയായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബോൺ ഹോമി അല്ലെങ്കിൽ രണ്ടാം മധ്യയുദ്ധം, ഒരിക്കലും മധ്യയുദ്ധം ഉണ്ടായിട്ടില്ല. അവരെ ആദ്യം തന്നെ കലപിലയായിരുന്നു. 47 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ജൂനിയർ പാർട്ട്ണറുടെ റോള് പോലും ബംഗ്ലാദേശികൾക്ക് പാകിസ്ഥാനികൾ കൊടുത്തിട്ടില്ല എന്നതാണ്. ഒരു വംശീയമായ കാരണങ്ങളുണ്ട്. ബംഗാളി ഭാഷ ഉറുദുവിനോളം ശ്രേഷ്ഠമല്ല എന്ന ഒരുപക്ഷെ ഒരു ചിന്തയാകാം അതിനുള്ള ഒരു കാരണം. 2 വംശങ്ങളാണ്, 2 പ്രദേശങ്ങളാണ്. ഒരിക്കലും ഇന്റഗ്രേഷൻ, പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ were never properly integrated mentally. അതാണ് സത്യം. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് പോലും
ഇന്ത്യയുടെ ഇച്ഛാശക്തിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഉറച്ച ചൂടുവയ്പ്പുകളും ആ ഇന്ത്യയുടെ ഇച്ഛാശക്തി സംഭവിക്കണമെങ്കിൽ ഒരു അവഗണന, ഒരു ഫെൽറ്റ് നീഡ്, ബംഗ്ലാദേശികൾ അനുഭവിച്ച അവഗണന, ക്രൂരത, പാർശ്വവൽക്കരണം, അതിനെല്ലാമുള്ള മറുപടിയായിരുന്നു ബംഗബന്ധുവിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ വലിയ പ്രക്ഷോഭങ്ങളും അതിന് ടൈംലി ആയ ഹെൽപ്പ് ഇന്ത്യ കൊടുത്തതും ഒക്കെ ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്നും ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു മൈൻഡ് സെറ്റ്, ഒരു സോഷ്യൽ ഫാബ്രിക് തന്നെ മാറി മറിയുന്നു, മൈൻഡ് സെറ്റ് തന്നെ മാറി മറിയുന്നു. അപ്പൊ ആ രീതിയിൽ പാകിസ്ഥാൻ നല്ല ഒന്നാം തരം എഞ്ചിനീയറിംഗ് നടത്തുന്നുണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു മെന്റൽ സ്ട്രക്ചർ തന്നെ മാറ്റിയെടുക്കത്തക്ക രീതിയിൽ ഒരു ഇന്ത്യ വിരുദ്ധതയിൽ ആസ്പദമാക്കിയ, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളില്ല. ഇന്ത്യയോടൊരു ബംഗ്ലാദേശിനൊരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകാൻ കാര്യമായ കാരണം പാകിസ്ഥാൻ ഉണ്ടാകും, പക്ഷെ ബംഗ്ലാദേശിന് ആ ഒരു കാരണങ്ങളില്ല എന്നതാണ്. ഇന്ത്യയുടെ സഹായം മാത്രം സ്വീകരിച്ച് നിന്ന ഒരു രാജ്യം തിരിയുന്നു എന്ന്, ഇന്ത്യ വിരുദ്ധതയിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സ്പെക്ട്രം തിരിയുന്നു എങ്കിൽ അതിന് പിന്നിൽ പുറത്തുനിന്ന് വരുന്ന ചില ചിന്തകളാണ്, ചില ബ്രെയിൻ വാഷിംഗ് ആണ്, ഇസ്ലാമവൽക്കരണം അല്ലെങ്കിൽ ഒരു വശത്ത് വലിയ തോതിൽ റാഡിക്കൽ ഇസ്ലാമിന്റെ കടന്നുവരവ്. അപ്പൊ പാകിസ്ഥാനിൽ അത് മുൻപ് തന്നെ ഉണ്ട്. ബംഗ്ലാദേശികൾക്ക് ശീലമില്ലാത്ത ഒരു പുതിയ ചര്യയിലേക്കാണ് ബംഗ്ലാദേശ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ടേസ്റ്റ് കൊണ്ടുവന്ന പാകിസ്ഥാനാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്ന് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നു. ബംഗ്ലാദേശിൽ ഒരു അരാജകത്വം പടർന്നു കയറുന്നു. ഇത് ബംഗ്ലാദേശ് സ്റ്റേറ്റ് പോലീസിന്റെ വീഴ്ചയാണ്. സൈന്യത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ആളുകൾ പകയോടെ പരസ്പരം നോക്കുന്നു. ഇത് ബംഗ്ലാദേശിന് അപകടമാണ് എന്ന് സൈനിക മേധാവി പറയുന്നത് പാകിസ്ഥാന്റെ ISI നടത്തുന്ന ഇടപെടലുകളിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെ ഒരു പ്രകടനമാണോ? അങ്ങനെ വേണം. ആ ഒരു ആംഗിളിലേക്കാണ് ഇപ്പോൾ എല്ലാ ശ്രദ്ധയും പോകുന്നത്. പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ സംഭവിച്ച ഒരു ഡിവൈഡ്, അത് പഞ്ചാബി വേഴ്സസ് സിന്ധ്, അതിനേക്കാൾ ദുർബലമാണ് ബലൂച്ചുകൾ പരമാവധി മാർജിനലൈസ്ഡ് ആണ്. പാകിസ്ഥാൻ 3 കഷ്ണങ്ങളായി പോകുമെന്ന ഭയം, 4 പോകുമെന്നുള്ളതാണ്. അതായത് ബലൂച്ച് നാഷണലിസം വളരെ സജീവമാണ്. പഷ്തൂൺ, അതായത് പഷ്തു ഭാഷ സംസാരിക്കുന്ന പത്താൻമാർ, ഖൈബർ പഖ്തൂൺഖ മേഖല, പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അത് വ്യത്യസ്തമായ ഒരു കൾച്ചറൽ ഭൂമികയാണ്. ഒരു അഫ്ഗാൻ വംശജരാണ് അവര്. പഞ്ചാബികൾ വേറെയാണ്. സിന്ധികൾ, അവര് നമ്മുടെ ഗുജറാത്തികളെ പോലെ ഒക്കെയുള്ള ആളുകളാണ് സിന്ധ് പ്രദേശത്തുള്ളവർ. ഇതെല്ലാം തന്നെ വ്യത്യസ്തരായ ജനതയാണ്. അവർ തമ്മിൽ ഒരു സ്ട്രെയിൻഡ് പീസാണ്. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് പഞ്ചാബാണ്. പഞ്ചാബി ഡോമിനേഷനെ സൈന്യത്തിലും പോലീസിലും മറ്റവസരങ്ങളിലും ബിസിനസ്സിലുമുള്ള പഞ്ചാബി ഡോമിനൻസ് എപ്പോഴും മറ്റ് വിഭാഗങ്ങൾ, മറ്റു പ്രദേശത്തുള്ളവരെ റിസെന്റ്മെന്റിലാക്കി. ഇതേ ഡിവൈഡാണ് വരാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളവും ബംഗ്ലാദേശ് പട്ടാളവും ബംഗ്ലാദേശ് പോലീസും 2 തലത്തിൽ നിൽക്കുന്നു. അത് ആര് നിയന്ത്രിക്കുമെന്നതാണ് ഒരു വിഷയം. ഇതെല്ലാം തന്നെ ഡിവൈഡ് ഉണ്ടാക്കുക. ഒരു രാജ്യം, ബംഗ്ലാദേശ് എത്രയും പരിമിതികൾക്കുള്ളിലും ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തി, സാമ്പത്തികമായ മുന്നേറ്റം നടത്തി. കുറെയൊക്കെ അടിച്ചമർത്തൽ ഉണ്ടായി, ജനാധിപത്യ സ്വാംസനമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ ന്യായമായ പ്രതിപക്ഷ ബഹുമാനം കാട്ടാതെ ഷെയ്ഖ് ഹസീന പ്രവർത്തിച്ചു എന്നതും അവിടെ പ്രസക്തമാണ്. പക്ഷേ അവിടെ പുരോഗതി ഉണ്ടായിരുന്നു. വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചു. കയറ്റുമതിയുടെ നല്ല സാധ്യതകൾ ബംഗ്ലാദേശ് പ്രയോജനപ്പെടുത്തി. രാഷ്ട്രീയമായ ആ ഒരു സ്ഥിരതയാണ് അതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ പൂർണ്ണമായ അസ്ഥിരതയിലേക്ക് നീങ്ങുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ അതേ വഴി, കൊമ്പൻ പോയ വഴിയെ മോഴയും പോകുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഭാവി എന്തായിരിക്കും ഇനി ഒരു ബംഗ്ലാദേശിന്റെ അവസ്ഥ? ഈ പാകിസ്ഥാന്റെ ഇടപെടൽ ബംഗ്ലാദേശിനെ സമ്പൂർണ്ണ തകർച്ചയിൽ കൊണ്ടുചെന്ന് എത്തിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ട്രംപ് പറയാനുള്ളത് പറഞ്ഞു വെച്ചു. നമ്മൾ വീണ്ടും ട്രംപിലേക്ക്, ലോകരാഷ്ട്രീയം അസസ് ചെയ്യാൻ ട്രംപിനെ മാറ്റി നിർത്തി പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതൊരു ഗതികേടായിട്ട് വേണമെങ്കിൽ പറയാം. ട്രംപ് പറഞ്ഞു വെച്ചു, നിങ്ങൾ എന്തായാലും ബംഗ്ലാദേശിൽ, അത് ട്രംപിന് നല്ല കലിപ്പുണ്ട്. ബംഗ്ലാദേശിലെ ഭരണകൂടം മാറിയതിന് പിന്നിൽ അദ്ദേഹം എതിർക്കുന്ന ജോ ബൈഡന്റെ കരങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ തന്നെ വിമർശിച്ചിരുന്ന, മുൻകാലങ്ങളിൽ തന്നെ വിമർശിച്ചിരുന്ന ഒരുവനാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ, ഇത്തിരി പോകുന്ന ബംഗ്ലാദേശിന്റെ നേതാവ്. അദ്ദേഹം പ്രസിഡന്റ് പോലുമല്ല. അപ്പൊ അദ്ദേഹത്തെ ഒരു പ്രസിഡന്റ് ആയിട്ടൊന്നും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നേതാവായി ഒന്നും അമേരിക്ക അംഗീകരിക്കുന്നില്ല ആ രൂപത്തിൽ. അങ്ങനെയെങ്കിൽ ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്, മോദിയോട് ചോദിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇത് കേൾക്കാനിരിക്കുകയാണ് ഭാരതം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ബംഗ്ലാദേശ് നയത്തിലെങ്കിലും ഇന്ത്യക്ക് ഒരുപാട്, ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യക്ക് പലപ്പോഴും കണ്ടകശനിയായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിന്റെ വിഷയത്തിലെങ്കിലും പ്രതീക്ഷ തീർച്ചയായും ഇന്ത്യക്കുണ്ട് എന്ന് പറയുന്നത്, ട്രംപ് വന്നാൽ ബംഗ്ലാദേശ് വിഷയത്തിൽ ഷെയ്ഖ് ഹസീനയെ ധാക്കയിലേക്ക്, ഇന്ത്യയിൽ പ്രവാസത്തിലുള്ള ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞു, ഞാനിതാ വരുന്നു. അവർ ചോദിച്ചത് എന്താണ്? മുഹമ്മദ് യൂനിസ് പറഞ്ഞു, ഞങ്ങൾക്ക്
അദ്ദേഹത്തെ ഷെയ്ഖ് ഹസീനെ എക്സ്ട്രഡേറ്റ് ചെയ്യണം, വിട്ടുതരണം എന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീന പറയുന്നു അല്ല, അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖ് ഹസീന പറയുകയാണ്, ഞാൻ ആണ് ഇപ്പോഴും ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് പദവിയിൽ ഔപചാരികമായി ഞാൻ രാജിക്കത്ത് കൊടുത്തിട്ടില്ല, ഞാനിതാ തിരിച്ചു വരുന്നു. അങ്ങനെയെങ്കിൽ മുഹമ്മദ് യൂനിസിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അത് എങ്ങനെ എന്നത് ഷെയ്ഖ് ഹസീന തെളിച്ചു പറയുന്നില്ല, ട്രംപ് തെളിച്ചു പറയുന്നില്ല. മോദിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന രീതിയിൽ ഭംഗ്യാന്തരേണ പറഞ്ഞു വെക്കുകയാണ് ട്രംപ്. എന്തെങ്കിലുമൊക്കെ നടക്കാൻ കാര്യം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് നമ്മൾ ഇപ്പോൾ അസസ് ചെയ്യുന്നത് ബംഗ്ലാദേശ് നാളെയും ഇതേ ഭരണകൂടത്തിന്റെ കീഴിലായിരിക്കുമെന്നാണ്. അങ്ങനെയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഒരു വർഷത്തിനുള്ളിൽ, ഭരണമാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു. അതിനുള്ളിൽ അസംതൃപ്തി പുകയുന്നുണ്ട്. ബംഗ്ലാദേശിനുള്ളിൽ പഴയ അവാമി ലീഗ് അതിനുവേണ്ട കരുക്കൾ ഒരു പക്ഷേ ഇന്ത്യയും നീക്കുന്നു. അമേരിക്കയ്ക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവാമി ലീഗിന് പഴയ വീര്യമൊന്നും ഉണ്ടാവില്ല എങ്കിൽ തന്നെ റെസിസ്റ്റൻസിന്റെ രൂപത്തിൽ അവാമി ലീഗ് ഇപ്പോൾ മുന്നോട്ട് വരുന്നു. യഥാർത്ഥ ഇസ്ലാം ഞങ്ങളാണെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.